സംസ്ഥാനത്തെ കൊടുംചൂടിനെ പ്രതിരോധിക്കാൻ മാർഗനിർദ്ദേശങ്ങളുമായി സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കണം. പൊതുയിടങ്ങളിൽ വെള്ളം, ORS എന്നിവ ഉറപ്പാക്കും. ട്രാഫിക് സിഗ്നലുകളുടെ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഉന്നതതല യോഗത്തിലുണ്ടായത്. കനത്ത ചൂടിൽ ഹരിതകർമ്മ സേനാംഗവും 8 വയസ്സുകാരനും ഉൾപ്പെടെ 5 പേർക്ക് ഇന്ന് പൊള്ളലേറ്റു. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, കൊല്ലുന്ന ചൂടാണ്, കൃത്യമായിട്ടുള്ള പ്രതിരോധം, ഇപ്പോഴുള്ള പ്രതിരോധത്തിനേക്കാൾ ഉപരി വലിയ പ്രതിരോധത്തിലേക്ക് കടന്നില്ലെങ്കിൽ അത് ആളെ കൊല്ലിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് കൂടുതലായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ശ്രുതി, സംസ്ഥാനത്ത് ചൂടേറ്റ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഗൗരവത്തോടെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ DGP ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം മന്ത്രിമാർ, ആരോഗ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വനം മന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ഒക്കെ പങ്കെടുത്തു. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർക്കുമാണ് ഏകോപിപ്പിക്കാനുള്ള ചുമതല. ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉടൻ ഉണ്ടാക്കും. കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അത് നടപ്പിലാകുന്നുണ്ടോ എന്നത് വിലയിരുത്താനുള്ള നിർദ്ദേശം കൂടിയുണ്ട്. മാത്രവുമല്ല, പൊതുയിടങ്ങളിൽ സൂര്യതാപമേറ്റ് കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകളുടെ സഹായം തേടാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടങ്ങളിലും തണ്ണീർപ്പന്തൽ, ആളുകൾ കൂടുന്ന ഇടങ്ങൾ, അത് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പുകൾ, അവിടെയൊക്കെ തണ്ണീർപ്പന്തൽ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് അതാത് ഇടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ സഹായത്തോടെ ഇത് തയ്യാറാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും കൊടും ചൂടിനെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഇഴജന്തുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റിവനം എല്ലായിടങ്ങളിലും ലഭ്യമാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ ഫണ്ട് സർക്കാർ ഈ ചൂടുകാലത്ത് ഈ പ്രതിരോധിക്കാൻ വേണ്ടി അനുവദിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പലർക്കും സൂര്യതാപം ഏറ്റിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ തിരൂരങ്ങാടി, മലപ്പുറത്ത് 2 പേർക്കാണ്, ഒരു കുട്ടി ഉൾപ്പെടെ പരിക്കേറ്റു. തിരുവനന്തപുരത്ത് ഏതാണ്ട് ഉച്ചയോടെയാണ് ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് പരിക്കേറ്റത്. അവർക്ക് സൂര്യതാപമേറ്റു. എല്ലാവരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അങ്ങനെ കഠിനമായ ചൂടാണ്, മറികടക്കാൻ പറ്റാത്ത രീതിയിൽ അപകടത്തിലേക്ക് പോകുന്നു എന്ന മുന്നറിയിപ്പ് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും സർക്കാർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾക്കൊപ്പം നമ്മളും കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കനത്ത ചൂടാണ്. ഈ ചൂടിൽ ഹരിതകർമ്മ സേനാംഗവും 8 വയസ്സുകാരനും ഉൾപ്പെടെ 5 പേർക്കാണ് ഇന്ന് പൊള്ളലേൽക്കുകയും ചെയ്തിരിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.